मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। One, two, three, 9, 10. എനിക്കറിയായിരുന്നു നീ കൗണ്ട് ചെയ്യുമ്പോ ഉറപ്പായിട്ടും ചീറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. എണ്ണ്, ഇനിയെങ്കിലും മര്യാദയ്ക്ക് എണ്ണ്. ഞാൻ കഴുതയാണെന്ന് കരുതിയോ? സംശയമുണ്ടോ? ഇനിയെങ്കിലും മര്യാദയ്ക്ക് എണ്ണ്, മനസ്സിലായോ? ശരിയടാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എടാ എവിടെ പോയി? എടാ നിങ്ങളൊക്കെ എവിടെ പോയത്? എന്തായാലും ഇതിന്റെ പുറകിൽ നോക്കാം. ഇവിടെയോ? ഇവിടെ ഇല്ലല്ലോ. ഇവിടെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി കാണും? പുറത്ത് ഗേറ്റ് തുറന്നിരിക്കുകയാണല്ലോ. ഒരുപക്ഷേ ഇവന്മാര് പുറത്തേക്ക് എങ്ങനെ പോയി കാണോ? എന്തായാലും പോയി നോക്കാം. കിട്ടിപ്പോയി. എടാ ഇവന്മാരെങ്ങോട്ടാ പോയത്? ഹണിയെ എന്തായാലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്തായാലും പോപ്പട്ടിന് നോക്കാം. അവൻ തീർച്ചയായിട്ടും ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും. കിട്ടിപ്പോയി. ഹണിയെ പോയി കണ്ടുപിടിക്ക. ഹണിയെ പോയി കണ്ടുപിടിക്ക. അല്ല, ഈ കളിയിൽ കണ്ടുപിടിക്കേണ്ടത് നീയല്ലേ, ഞങ്ങൾ എന്തിനാ കണ്ടുപിടിക്കേണ്ടേ? എടാ ആ കാറിനെ പിന്തുടര. ഹണി ഡിക്കിയില്ല. ഡിക്കി എങ്ങാനും അടഞ്ഞ ഹണിയുടെ പണി അതോടെ തീരും. ഞാൻ ടോപ്പ് ആംഗിളിൽ നിന്ന് ഫോളോ ചെയ്തോളാം. എടേ, കാർ എവിടെ പോയി? ഇപ്പോഴിവിടെ ഉണ്ടായിരുന്നാണല്ലോ. ദേ പോകുന്നു. വേഗം പിന്തുടര. ആട്ടോ, ഓട്ടോ, വേഗം. ചേട്ടാ ഒന്ന് വേഗം പോ. ഞങ്ങൾക്ക് ആ ചുമന്ന കാരനെ വേഗം നിർത്തണം. ഓക്കേ. ഒന്ന് വേഗം പോ, വേഗം. എന്നെ കൊണ്ട് വലിയ വേഗത്തിലൊന്നും പോവാൻ പറ്റൂല, കാരണം കാഴ്ച അല്പം കുറവാണ് കേട്ടോ. താൻ പുറകിരിക്കെ, ഞാൻ ഓടിക്കാം. എന്റെ വണ്ടി ഞാൻ ആർക്കും കൊടുക്കില്ല. എന്റെ ഭാര്യക്ക് പോലെ എന്റെ വണ്ടി ഞാൻ ഓടിക്കാൻ കൊടുക്കൂല. അതെയോ, നിങ്ങളുടെ ഭാര്യക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാമോ? ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ടാ കൊടുക്കാത്തത്. അല്ല പിന്നെ ഇവരെ എവിടെ കണ്ടതുപോലെ ഉണ്ടല്ലോ. ഇവരുടെ വണ്ടിയിലുണ്ടാത്ത യാത്രക്കാരല്ലേ? എടാ എടാ, പൈസ ഒന്ന് തന്നിട്ട് പോയില്ലടാ. എടാ പൈസ വന്നിട്ട് ഞങ്ങൾ തന്നേക്കാം. സോറി, അല്പം ധൃതിയുണ്ട്. പൊപ്പട്ടെ, ഞങ്ങളെ ചുമന്ന കാറിനെ കണ്ടു. നീ അതിനെ വേഗം പിന്തുടര. ഇല്ല, ഹണി ഉണ്ടായിരുന്ന കാറ് എന്തായാലും ആ കാർ അല്ല. ഹണി പോയ കാറിന്റെ പുറകെ ഞാൻ പോയി. ആ കാറ് ഈ റോഡ് അവസാനിക്കുന്നിടത്തുള്ള ഒരു പഴയ ബിൽഡിങ്ങിന് അടുത്ത് നിപ്പുണ്ട്. സംശയമുണ്ടോ? വേഗം വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. പോകാം. വേഗം വാ, നമുക്ക് ഉടൻ തന്നെ അവിടെ എത്തണം. ഇതാണ് ആ കാറ്, നമ്മുടെ ഹണി കയറിപ്പോയ കാറ്. എന്നെ വിട്, എന്നെ വിടാൻ. എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ വിട്. ആ ശബ്ദം അകത്തുനിന്നാണല്ലോ വരുന്നത്.
അങ്ങനെയാണെങ്കിൽ ഹണി ഡിക്കിക്ക് അകത്തുനിന്നാണോ? അത് ഡിക്കിക്കകത്തുനിന്നല്ല, ആ വീട്ടിന്റെ അകത്തുനിന്നാ വരുന്നത്. സംശയമുണ്ടോ? വേഗം വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. പറയടാ, നിങ്ങൾ ആരാ ഇങ്ങോട്ടേക്ക് അയച്ചതാ? എന്നെ എന്തിനാ കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ വിട്, എന്നെ വിടാൻ. പറയടാ, ബാങ്ക് മുഴുവൻ കൊള്ളയടിച്ചത് ഞങ്ങളാണെന്ന് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? കൂടാതെ പൈസ മുഴുവൻ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാ ഉള്ളത്. നിങ്ങൾ പറഞ്ഞത് തെറ്റാ. എല്ലാ പൈസയും നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ. ഗംഗു, ആ മംഗു, എല്ലാ പൈസയും നമ്മുടെ പക്കലില്ലേ? ഇല്ല, ദാ ഇങ്ങോട്ട് നോക്ക്. കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്. എടാ മരമണ്ട, ഞാൻ പറഞ്ഞത് 10 രൂപയുടെ കാര്യമല്ല, ഞാൻ പറഞ്ഞത് 10 ലക്ഷം രൂപയുടെ കാര്യമാണ്. അത് ഞങ്ങൾ ബാങ്കിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് കൊള്ളയടിച്ചതാ, അല്ലടാ മംഗു? അതെ ഗംഗു, ഇവൻ മരമണ്ടനാണ്. നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് ഞാൻ മണ്ടനാണെന്ന്? അത് ശരി, ആ ബണ്ണി പറഞ്ഞിട്ടുണ്ടാവും. അല്ല, ഈ ബണ്ണി ആരാണ്? എന്റെ കൊച്ചളിയനാ, കൊച്ചളിയൻ. അങ്ങനെയാണെങ്കിൽ ഇവൻ തനിച്ചല്ല, ഇവനോടൊപ്പം ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ട് മംഗു. അതേ ഗംഗു, ഇപ്പൊ എന്താ ചെയ്യുക? നമുക്കവരെ അന്വേഷിച്ച് കണ്ടെത്താം. എവിടെ എവിടെ പോയി ഞാൻ ഒളിക്കും? എവിടെ? ഇവിടെ ഇവിടെ വേണ്ട. എവിടെ എവിടെ പോയി ഒളിക്കും? എന്താ ചെയ്യാ? അത് ശരി, അപ്പൊ നീയാണ് ബണ്ണി അല്ലേ? അല്ലല്ല, ഞാൻ ബണ്ണിയല്ല, ശശിയാണ്, ശശി. എങ്ങോട്ട് പോവാൻ നോക്കുകയാ? പറയേ. ബണ്ണി, കൊച്ചളിയ, നീ എത്തിയോ? എടാ ഇല്ല, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഞാൻ ശശിയാണ്. കൊച്ചളിയ, താൻ തന്റെ പേര് മാറ്റിയല്ലേ, പക്ഷെ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. ഹൈ. നീ ബണ്ണിയാണെങ്കിലും ശരി, ശശിയാണെങ്കിലും ശരി, ഞങ്ങൾക്ക് അതിൽ ഒരു കുഴപ്പവും ഇല്ല. കാരണം നീ ഇവിടെ നിന്നും ജീവനോടെ പോകാൻ പോകുന്നില്ല, അല്ലേടാ മംഗു? ശരിയാണ് ഗംഗു. ഇപ്പൊ എന്നൊന്ന് പിടിക്ക്, കാണട്ടെ. പൈസ മുഴുവൻ ഇവിടെയാണല്ലോ ഉള്ളത്. അപ്പൊ നീ ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അല്ലേ? എന്നെ വിട്. ഞങ്ങളെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകാന്ന് നീ ആലോചിച്ചു പോലും നോക്കണ്ട, മനസ്സിലായോ? ഞങ്ങൾ വലിയ അപകടകാരികളാണ്, അല്ലേടാ മംഗു? അതെ ഗംഗു, അവനോടൊപ്പം ഇവനെ നമുക്ക് അങ്ങ് തട്ടിയേക്കാം. മര്യാദക്ക് ഞങ്ങളോട് പറഞ്ഞോ, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നതാ? എന്റെ മീശച്ചേട്ടാ, ഞങ്ങൾ ഒളിച്ചു കളിച്ചപ്പോ ഞാൻ ആ ഡിക്കി കയറി ഒളിച്ചതാ. അത് ബണ്ണിക്കറിയില്ല, പക്ഷെ എങ്ങനെയാ ഇവിടെ വന്നത്? ഇവൻ കാരണം ഞാൻ വട്ടാവെന്നോ തോന്നുന്നു. എടാ, നീ ഇവിടേക്ക് വന്നത് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ജോർദാറെ, ഇതെന്തായാലും വലിയ പ്രശ്നം തന്നെയാ. ഞാൻ എത്രയും പെട്ടെന്ന് പോയി പോലീസുമായി ഇങ്ങ് വന്നേക്കാം. നീ ഇവിടെ തന്നെ നിക്ക്. വേണ്ട വേണ്ട, നീ ഇവിടെ നിക്ക്, ഞാൻ പോയി പോലീസിനെ കൊണ്ടുവരാം. എടാ, ഞാൻ പറക്കുന്നോണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങ് എത്താൻ കഴിയും. നീ പോയാലേ ട്രാഫിക് ജാമിൽ കുടുങ്ങും. സംശയമുണ്ടോ? നിങ്ങൾക്ക് അവസാന ആഗ്രഹമല്ലോ ഉണ്ടോ? എങ്കിൽ ഉടൻ പറഞ്ഞേക്കേ. ഞങ്ങളുടെ കെട്ടെന്ന് അഴിച്ചുവിട്. ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി ഒന്ന് ആലിംഗനം ചെയ്തോട്ടെ. കൊള്ളാലോടാ, എന്തൊരു സ്നേഹമാ നിങ്ങൾ തമ്മില്. ശരി, ഞാൻ അഴിച്ചു വിട്ടേക്കാം. അത് കയറാണല്ലോ. സ്റ്റൈലായിട്ട് തന്നെ ഒരു തൊഴി കൊടുത്തേക്കാം. കൊച്ചളി, എന്നെ താഴേക്ക് ഇറക്ക്. ഫാൻ ഇടുകയാണെങ്കിലേ എനിക്ക് ഒരിക്കലും കാറ്റ് കിട്ടില്ല. എടാ കഴുതേ, ഇവിടെ എല്ലാവരും കാറ്റ് പോകാൻ പോവാ. നിനക്ക് കാറ്റ് വേണം അല്ലേ? നീ അവിടെ തന്നെ ഇരിക്കേ, എങ്കിലേ കാര്യങ്ങൾ നടക്കൂ. ഞങ്ങളെ പറ്റിച്ചിട്ട് പോകാന്ന് കരുതിയല്ലേ നീ? എന്റെ അമ്മച്ചി, എവിടെ പോയി ആ രണ്ട് പൂച്ചകളും?
എന്താ ഓടിക്കോ. അത് ശരി, വീണ്ടും നിങ്ങളോ? ഇപ്രാവശ്യം ബാങ്ക് കൊള്ളയടിച്ചോ? ആ അത് ഞങ്ങളല്ല സാർ, അവര് രണ്ടുവാ. ഈഷ്, അപ്പൊ കൊള്ളയടിച്ചത് ഇവന്മാരാണോ? ഇവന്മാരെ അന്വേഷിച്ച് ഞാനിന്ന് നാട് മുഴുവൻ നടക്കുകയായിരുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഏരിയയിൽ വന്ന് കൊള്ളയടിക്കും. ഇന്ന് രണ്ടെണ്ണത്തിന്റെയും കഥ ഞാൻ തീർത്തിരിക്കും. എഴുന്നേറ്റ് നടക്കടാ സ്റ്റേഷനിലേക്ക്. എഴുന്നേറ്റ് വരുമെന്ന് തോന്നുന്നില്ല സാറേ, രണ്ടുപേരും ബോധം കെട്ട് കിടക്കാണ്. എന്തായാലും നിങ്ങളുടെ സഹായത്തോടെ ഞങ്ങൾ ഈ കൊള്ളക്കാരെ പിടിച്ചു. ഇവന്മാരെ പിടിച്ചു കൊടുത്താൽ സർക്കാരിൽ നിന്നും 2 ലക്ഷം രൂപ സമ്മാനമുണ്ട്. ആ കാശ് നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിച്ചേരും. അടിപൊളി, അടിച്ചു പൊളിച്ചു തിമിർത്തു. അടിപൊളി. നിങ്ങൾ എല്ലാവരും എത്തിയോ? ആ ബാങ്ക് കൊള്ളക്കാരെ നിങ്ങൾ വിരട്ടി ചെന്ന് കണ്ടുപിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാഡം എങ്ങനെ അറിഞ്ഞത്? നിങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ ടിവിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുകയാണ്. എങ്കിൽ നാളെ നമുക്ക് ഒളിച്ച് കളിക്കാം. ഇന്നത്തെ പോലെ തന്നെ നാളെ ഒരു കാറിന്റെ ഡിക്കിയിൽ ഒളിക്കാം. വീണ്ടും ഒരു കൊള്ളക്കാരനെ പിടിക്കാമല്ലോ. ആ